മീശപ്പുലിമല യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വടകരയിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മുടെ ആലുവയിലെത്തി, ആലുവയിൽ നിന്ന് മൂന്നാറിലെത്തി, മൂന്നാറിൽ നിന്ന് പിന്നെ നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് വന്നു. ബേസ് ക്യാമ്പ് താമസിച്ച് വൈകിട്ട് നമ്മൾ കുറിഞ്ഞി വാട്ടർഫാൾസ് കാണാൻ പോയി. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി ഞങ്ങൾ മീശപ്പുലിമല കയറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ടെക്നോ പാർക്കിലുള്ള കുറച്ച് പിള്ളേരും നമ്മുടെ ജീപ്പിലുണ്ടായിരുന്നു. അടിപൊളി ടീമായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അങ്ങനെ മീശപ്പുലിമലയിലേക്കുള്ള ഞങ്ങളുടെ ജീപ്പ് യാത്ര ആദ്യം തുടരുകയാണ്. പിന്നെ 7 മലകൾ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് മീശപ്പുലിമല എത്താൻ വേണ്ടി. 2640 മീറ്റർ അല്ലെങ്കിൽ 2661 ഫീറ്റ് എബവ് സീ ലെവലാണ് ഇതിൻ്റെ കയറ്റം. അപ്പോൾ പടച്ചോനെ കാത്തുള്ളണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ യാത്ര അങ്ങനെ തുടരുകയാണ്. ജീപ്പ് യാത്രയൊന്നും അത്ര സുഖകരമൊന്നുമല്ല. നിറയെ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ്. പിന്നെ വലിയ മല കയറാനുണ്ട്, 7 മലകൾ കയറാനുണ്ട്. ടെക്നോ പാർക്കിൽ പിള്ളേർക്ക് ഡാൻസ് കളിച്ചിട്ടൊന്നും മതിയായിട്ടില്ല. അവർ ഭയങ്കര ഡാൻസും പാട്ടും കൂത്തും തന്നെയാണ്. സൂപ്പറായിരുന്നു. അവർ യൂത്ത് പിള്ളേരുള്ളതാണ് അതിൻ്റെ ഒരു വൈബ്. കാറ്റ് കാരണം ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പാട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചോളുക. നല്ല കാറ്റ്, നല്ല തണുപ്പ്. ഇത് രണ്ടിനും തയ്യാറാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് മീശപ്പുലിമല കയറാൻ വരിക. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ബേസ് ക്യാമ്പിൽ കിടന്നുറങ്ങി. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇനി മീശപ്പുലിമല ട്രെക്കിങ്ങിനുള്ള യാത്രയിലാണ്. എല്ലാവരും ജീപ്പിൽ, നമ്മൾ ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ ജീപ്പിൽ നമ്മളവിടെ കൊണ്ടുവിടും. പിന്നെ അവിടുന്ന് 7 കിലോമീറ്റർ പിന്നെ കയറ്റാണ്. അതുള്ള പോക്കാണ്. ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ ജീപ്പ് മുമ്പിലായിരുന്നു. അപ്പോൾ മറ്റേ ജീപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ജീപ്പുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. വണ്ടി 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 നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കയറ്റം തുടങ്ങുകയാണ്. ഈശ്വരാ, ഇനി അങ്ങോട്ട് വീഡിയോയുടെ വോളിയത്തിന് വലിയ പ്രോബ്ലം ഉണ്ടാവും. കാരണം കൊടും കാറ്റാണ് ഇവിടെ. കാറ്റിൻ്റെ ശബ്ദം കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. എല്ലാവരും തമ്മിൽ പരസ്പരം പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. ചെവി അടച്ചിരിക്കുകയാണ്. കണ്ണിലേക്ക് മഞ്ഞുതുള്ളികൾ വന്ന് അടിക്കുന്നുണ്ട്. അതുപോലുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഓഡിയോ ഇനി അങ്ങോട്ടേക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും.
മീശപ്പുലിമല കയറ്റത്തിൻ്റെ 1ാം ഘട്ടത്തിലാണ്. 1ാമത്തെ മല തന്നെ കയറി കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ 6-7 ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. കോട കാണാലോ, അടിപൊളി കോടയാണ്. നിർത്താതെ കോടയിങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അസഹനീയം. ചെറിയ ലൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. റെയിൻ ബോട്ടൊക്കെ അവിടെ ഉപേക്ഷിച്ചു. എല്ലാം വെയിറ്റ് സ്റ്റിക്ക് മാത്രമുണ്ട്, ഒന്നുമില്ല. വരുന്നുണ്ട്. മുൻവശത്തുകൊണ്ട് കുറേ ആൾക്കാരെ പറ്റി. പോട്ടെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. 1ാമത്തെ മല കയറിയിട്ട് നമ്മൾ താഴോട്ടേക്ക് 2ാമത്തെ മല. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സൺറൈസ് കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സൺറൈസ് ഒക്കെ പഴയ കഴിഞ്ഞു. പക്ഷേ നമ്മൾ അടുത്ത മലയെ ലക്ഷ്യമാക്കി പോവാണ്. ഇത് നമ്മളൊരു കോഴിക്കോട്ടുകാരനാണ് കേട്ടോ. അതിന് പേരെല്ലാം പറഞ്ഞേ. ഷാൻഡോ. ഇത് മോളെ പേര് പോലെ വീഡിയോയിൽ വരില്ല. വാക്കുകളില്ല ഇവർക്ക്. You want dark fantasy or വിശപ്പ് കൊണ്ട് വെറുതെ മുട്ടിയ ചില സഖാക്കളെ കാണാം നമുക്ക്. ജസ്റ്റ് 1 പീസ് ഷുഗർ ഉള്ളത് ഇത്തിരി പിടിച്ച് കൈക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല. നീലക്കുറിഞ്ഞി പൂത്ത് വെക്കുന്നത് കണ്ടോ? ചിരിക്കുന്നതിന് കുഴപ്പമില്ല, കുറച്ച് തല വെക്കാന്ന് വെക്കരുത്. 10,000 രൂപ ഫൈനായിരിക്കും. ആണോ? 10,000 രൂപ ഫൈനാണ് ഇത്ര ഇത് പറിച്ചു. ഇത്ര വില വീഡിയോ എങ്ങനെ എടുക്കാം? എനിക്ക് അതിലേക്ക് നോക്കണേ. എന്നെ സീനാണല്ലോ, മഞ്ഞാണ് എടുത്തേറ്റവും പോളി സാരം.
അല്ല എല്ലാവരും തിരിഞ്ഞാണ്. നമ്മളെ ലാസ്റ്റ് 1.5 കിലോമീറ്റർ സ്ട്രെച്ചാണ് ഇനി. ശരി, നമ്മൾ താഴെത്തിയ ഒരു നല്ലൊരു മനോഹരമായ തടാകമാണ്. സാമ്പാടിയാറിൻ്റെ പ്ലാവ്, കുറച്ച് ബോൺസ് റിമൈൻസ് ഒക്കെ കാണാതെ. ഇതാണ് നമ്മുടെ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇടാനും പാടില്ല, അതിന് അടുത്ത് പോകാനും പാടില്ല കേട്ടോ. വലിയ ഡേഞ്ചറസ് ആണ്. 48 മണിക്കൂറൊക്കെ ഹലൂസിനേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞത്. മാജിക് മഷ്റൂം കേട്ടോ. കണ്ടാൽ മാത്രം മതി, തൊടണ്ട, നിങ്ങൾ അടുത്ത് പോകണ്ട. അങ്ങനെ ഞങ്ങൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിനോട് വിട പറയുകയാണ്. മിസയെല്ലാം അങ്ങോട്ട് താഴോട്ട് വേഗം എടുത്തിറങ്ങി കഴിഞ്ഞ് ബാക്കി കൃഷ്ണനും സുരേഷ് ചേട്ടനൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി താഴെ പോയി മൂന്നാറിലേക്കുള്ള ജീപ്പ് കയറും ആദ്യം, പിന്നെ മൂന്നാറിന്ന് ആലുവയിലേക്ക് ബസ്, പിന്നെ വൈകിട്ടുള്ള ട്രെയിനിന് നാട്ടിലോട്ടേക്ക് പോകാനാണ് പരിപാടി. അപ്പം അവിസ്മരണീയമായ ഒരു യാത്രയായിരുന്നു മീശപ്പുലിമല. മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രാനുഭവം. എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. ഒരിക്കലും എങ്കിലും ഒരു ചാലഞ്ച് എടുക്കണം. മീശപ്പുലിമല എന്ന് പറയുന്ന അതിമനോഹരമായ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. മൂന്നാറിനോട് വിട പറയുകയാണ്. അപ്പോൾ ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമ്മളോടൊപ്പം പുറകെ ഒരു കമ്പനി കൂടിയിട്ടുണ്ട്.
അയാൾ നമ്മളെ വിടുന്നില്ല. പുറകെ വരെ അങ്ങനെ ബസ് സ്റ്റാൻഡ് വരെ യാത്രയാക്കിയിട്ട് അയാൾ തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. എന്താ ചെയ്യുക? എടോ നടക്ക് പോണ്ടേ, എനിക്ക് പോണ്ടേ? എന്നോടൊപ്പം തന്നെ ഇങ്ങനെ കമ്പനി അടിക്കേണ്ട പരിപാടിയാണോ? ഞാൻ ഇങ്ങോട്ട് പോട്ടണം. ഒരു കുഞ്ഞു വട്ടിക്കൂട്ടി ഇങ്ങനെ പുറകെ തന്നെ കൂടിയിട്ടാണ്. ഇതാണ് മൂന്നാർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കാണാം. അപ്പോൾ ഇനി ആലുവക്കുള്ള ബസ് പിടിക്കണം, അങ്ങനെ പോകണം. ഇരവികുളം നാഷണൽ പാർക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര മഴയാണ്. ഈ മീശപ്പുലിമലയിൽ തന്നെ ഒതുങ്ങാം എന്ന് വിചാരിക്കുന്നു. ബാക്കിയൊന്നും നടക്കില്ല. മുട്ടർക്ക് വേറെ ആരോ കമ്പനി കിട്ടിയിട്ടുണ്ട്. അവിടെ ലോഗിൻ ചെയ്യാം. അപ്പം നമ്മളിനി ആലുവ ബസ്സിനുള്ള സെർച്ചാണ്. ഭയങ്കര ക്രൗഡിലാണ്. വൃത്തിയും വെടിപ്പും വളരെ കുറവ്. ഇത്രയും ആൾക്കാർ വരികയും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഹോട്ടൽസൊക്കെ വളരെ എക്സ്പെൻസീവാണ്. നമുക്കൊരു ബഡ്ജറ്റ് ട്രാവൽ നടക്കും തോന്നുന്നില്ല. നല്ല പൈസ അത്യാവശ്യം നല്ല ചിലവാണ്. ബസ് നോക്കട്ടെ.